بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. 12 ആഴ്ചയായി ഈ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് എന്താണ് സംഭവിച്ചത് എന്നും അവരുടെ മേലുള്ള സാഹിർ എന്ന ആരോപണത്തിൻ്റെ നിജസ്ഥിതിയും എന്തുകൊണ്ടാണ് ആരോപണം അവരുടെ മേൽ ഉന്നയിച്ചത് എന്നതിനെക്കുറിച്ചും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം, ആ കാലത്ത് തന്നെയും യഹൂദികളിൽ പുരോഹിതന്മാരിൽ പലരും അത്ഭുതങ്ങൾ കാണിക്കാൻ പിൻപറ്റിയിരുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചും യഥാർത്ഥത്തിൽ സിഹ്ർ എന്നത് എന്താണ് എന്നും അത് ഏതെല്ലാം വഴികളിലൂടെ ഉണ്ടാകുമെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറുമരുന്നും സാഹചര്യങ്ങളുടെ ലക്ഷ്യവും സിഹ്റിൻ്റെ ഐറ്റംസും എല്ലാം നമ്മൾ ഇതിനകം ചെറിയ രൂപത്തിലെങ്കിലും പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഈ ആയത്തിന് ആയത്ത് സിഹ്ർ എന്ന് അറിയപ്പെടുന്ന ഒരു ആയത്താണ് താനും. അതിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്, വലബിഅസ മാ ശറൗ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. വലബിഅസ മാ ശറൗ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ. ഇത്തരം ഉഡായിപ്പ് കളികളൊക്കെ കളിക്കുന്ന ആളുകളുടെ ഇടയിൽ പിശാചിനെ പൂജിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുക, അനുമാനങ്ങൾ പ്രവചനം പോലെ പറഞ്ഞ് അഭിരമിക്കുക, എന്നിട്ട് ദുനിയാവിന്റെ എച്ചിൽ വേസ്റ്റുകളെ സ്വന്തമാക്കുക, പണത്തിന് വേണ്ടി ഈ പടപാട് നടത്തുന്ന ആളുകൾ അവരവരുടെ ശരീരത്തിന് വിറ്റിട്ട് നേടിയെടുക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. ശരീരത്തിനെ വിറ്റിട്ട് നേടിയെടുക്കുക എന്ന് പറയാൻ കാരണം ഇന്നല്ലാഹുസ്തറാമിനൽ മുഅ്മിനീന അൻഫുസഹും അംവാലഹും അൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന എന്ന് ഖുർആനിലുണ്ട്. മുഅ്മിനീങ്ങളിൽ നിന്ന് അല്ലാഹു തആല അവരുടെ ശരീരവും അവരുടെ സമ്പത്തൊക്കെ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. പകരമായി അല്ലാഹു കൊടുക്കുന്നത് സ്വർഗമാണ് എന്ന്. ഇവിടെ നേരെ തിരിച്ചാണ് ഇവർ കാണിക്കുന്നത്. സ്വർഗം പോയാലും വേണ്ടിയില്ല, പൈസ കിട്ടണമെന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് സ്വർഗം പോകുന്ന പറഞ്ഞാൽ സിഹ്ർ കൊണ്ട് സ്വർഗം നഷ്ടപ്പെടും. സിഹ്ർ കടുത്ത ഹറാമാണ്, സബുൽ മുബിഖാത്തിൽപ്പെട്ട സംഗതിയാണ്. അപ്പൊ അതുമായിട്ട് ഇടപെടുന്ന ആളുകൾക്ക് സ്വർഗാണ് നഷ്ടപ്പെടുക. ഇവിടുന്ന് പ്രശസ്തി ഉണ്ടാവും, കുറച്ച് പൈസയും കിട്ടും. ഇന്ന് പൈസ വരാൻ ഏറ്റവും നല്ല മേഖല ആത്മീയ മേഖലയാണ്. അതിന്റെ മേലെ നല്ലൊരു മേഖല ഉണ്ടെന്ന് എനിക്കറിയില്ല. പൈസ വാങ്ങാനും വാരാനും മുതലാളിയാവാനും ഏറ്റവും നല്ല മാർഗം ആത്മീയ മേഖല. ഹക്കാരൂപത്തിൽ പെടുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, തങ്ങന്മാര് ഉസ്താദ്മാര്. ഞാൻ അവരൊന്നും പറയണില്ലേ, അങ്ങനത്തോരൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നിസ്കാരമില്ല, നോമ്പുമില്ല, ദീനുമില്ല, ശരീഅത്തുമില്ല, പെണ്ണും ആണും ഒക്കെ സമ്പർക്കം, എല്ലാരും കൂടി കൂട്ടിക്കലർത്തിട്ട് വിളക്കൂതിട്ട് ദിക്റില്ല.
എന്നിട്ട് പിന്നെ അങ്ങനെ കുട്ടികൾ ഉണ്ടാവും ഉറപ്പന്നല്ലേ, ആർക്കാ പോയി സംശയമുള്ളത്. എന്നിട്ട് അതൊക്കെ അങ്ങനെ കൊട്ടിപ്പാടി പ്രചരിപ്പിച്ച് നടക്കുക. എന്നിട്ട് യഥാർത്ഥ ഔലിയാക്കളെയും തങ്ങന്മാരൊക്കെ കുറ്റം പറയാം. നല്ല ഫീൽഡിൽ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടാവും, തങ്ങന്മാരും മൂല്യന്മാരും. ഞാൻ അവർക്കൊന്നും എതിരല്ല, അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. കാരണം അങ്ങനെ കുറച്ച് ആൾക്കാർ ഇരിക്കണ കാലത്ത്, അല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഞാൻ അവർക്കൊന്നും എതിരല്ല. ഈ പറയുന്നത് ദീന പൊളിക്കുന്ന, പിശാചിനെ പൂജിക്കുന്ന ആളുകൾക്കെതിരെയാണ്. അത് വേർതിരിച്ച് മനസ്സിലാക്കണം. കാരണം നിരന്തരം ഒരു ആയത്താണിത്. ഈ ആയത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആയത്ത് പൂർണ്ണമാവില്ല. അപ്പൊ കേൾക്കുന്ന ആളുകൾ പഠിച്ചനെ ഇത് യഥാർത്ഥത്തിൽ ചികിത്സിക്കുന്ന ആളുകൾക്കെതിരാണോ ഈ വെടിവെപ്പ് എന്ന് തോന്നണ്ടെന്ന് കരുതിയിട്ടാണ് രണ്ടും രണ്ടായി തിരിച്ചു പറഞ്ഞത്. അപ്പൊ ഇത് വളരെ ഹീനമാണ്, മോശമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതുകൊണ്ട് സ്വർഗാണ്, സിഹർ കൊണ്ട് നഷ്ടപ്പെടുന്ന സ്വർഗാണ്. പിന്നെ സാഹചര്യങ്ങൾക്ക് കുറച്ച് ചെപ്പടാച്ച അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ കഴിയും. ഇപ്പോ പിശാചിനെ പൂജിച്ചാലും ജിന്നിനെ കൊണ്ടിടന്നാലൊക്കെ കഴിയും. ജിന്നുകളെ കിട്ടാനും അവര് നാമുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാനൊക്കെ ചില വഴികളൊക്കെ ഉണ്ട്. ആ വഴികള് വളരെ ത്യാഗത്തോടു കൂടി പൂർത്തിയാക്കുക. അതിനെ റിയാദ പൂർത്തിയാക്കാന്ന് പറയും. അങ്ങനൊക്കെ ചെയ്താൽ ജിന്നവന്റെ കൂടെ കൂടും. അതൊന്നും ഒരു നിലവാരമില്ലാത്ത കാര്യമാണ്. മനുഷ്യന്റെ മാർക്കറ്റിൽ, യഥാർത്ഥ മനുഷ്യന്റെ മാർക്കറ്റിൽ അതിനൊന്നും 5 പൈസന്റെ നിലവാരമില്ല. മനുഷ്യൻ അങ്ങോട്ട് നന്നായിട്ട് ഇൽമു അമലുമായിട്ടാണ് പോയാൽ അള്ളാഹു തആല ഖൽബിൽ ഒരു ഫതഹ് തരും, കശ്ഫ്. അങ്ങനെ ചിലതൊക്കെ പറയാൻ കഴിയും. അവന്റെ കൂടെ ചില അത്യാവശ്യങ്ങൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ആഗ്രഹിക്കാതെ തന്നെ അത്ഭുതങ്ങൾ ഉണ്ടാക്കി തരും. അതിന് വേണമെങ്കിൽ കറാമത്ത് എന്ന് പറയാം. അല്ലാത്ത എവിടുന്ന് എന്ത് അത്ഭുതങ്ങൾ വന്നാലും കറാമത്ത് എന്ന് പേരും അറിയില്ല. അതിന് ഇസ്തിറാജൊന്നും സിഹറൊന്നും മഅൂനത്തൊന്നും പല പേരുകളാണ് പറയാ. ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഉമ്മത്ത് ഇനിയുള്ള കാലത്ത് ഇതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ ദജ്ജാൽ കാണിക്കാൻ വരുന്നുണ്ട്. ഉമ്മത്ത് കഷ്ടപ്പെടും, നഷ്ടപ്പെടും, എല്ലാം തകരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ആയത്ത് ഇങ്ങനെ ദീർഘമായ ആയത്താണ്. ഞാൻ ഉറക്കൊഴിച്ചുകൊണ്ട് ഖഫാവ് വരുമെന്ന് വിളിച്ചിട്ട് ആ കുട്ടീനെ കൊണ്ട് ബോധിപ്പിച്ച് واتبعوا ما تتلو الشياطين على ملك سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. തെറ്റിയ വേറെ 3-4 അത്ഭുതങ്ങളും ഉണ്ടല്ലോ. അവരൊക്കെ ഇവിടെ പോയി എടേ ആ സംസ്ഥാനത്ത് ഫസ്റ്റ് കിട്ടിയ ആളെവിടെ പോയി കാണാനില്ല. ഉറങ്ങ ചോദൂല ആത്ത് ഓനും കൂടി ഒന്ന് ഓതിക്കോട്ടല്ലേ, നിങ്ങൾക്ക് പൊരുത്തല്ലേ? എന്നാവാ അവന് സംസ്ഥാന മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയാളാ. രാവിലെ ആകുമ്പോ എങ്ങനെയാ മട്ടെന്ന് അറിയില്ലട്ടാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه
وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. നിങ്ങളിൽ കുറെ ആളുകൾക്ക് ചിലപ്പോൾ മനപ്പാടായിട്ടുണ്ടാകും. കുറേ ദിവസമായി ആയത്തിന്റെ പുറകെയാണ് നമ്മളുള്ളത്. അപ്പൊ ലാസ്റ്റ് അള്ളാഹു താല പറഞ്ഞു വെക്കുകയാണ്. ഇതൊക്കെ അങ്ങനെ പറഞ്ഞല്ല, നമ്മളെ വിശദീകരിച്ചാണ്. ശരീരം വിറ്റുകൊണ്ട് അവർ നേടിയെടുക്കുന്നത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. അവരുടെ കച്ചവടം തൊലഞ്ഞിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ പല രൂപത്തിലും കിട്ടും. ഹലാലായ രൂപത്തിലും കിട്ടും, ഹറാമായ രൂപത്തിലും കിട്ടും. ആഗ്രഹങ്ങൾ പല രൂപത്തിലും പൂർത്തിയാക്കാം. വ്യഭിചരിച്ചിട്ടും കല്യാണം കഴിച്ചിട്ടും ചെയ്യുന്നത് ഒരേ പണിയാണ്, പേര് രണ്ടെണ്ണാണ്. എല്ലാത്തിലും സുഖം തരുന്നേ പടച്ചവനുമാണ്. വ്യഭിചരിക്കുന്നതും കല്യാണം കഴിച്ചിട്ട് നടക്കുന്നതും പണി ഒന്നല്ലേ, പേര് രണ്ടെണ്ണോ. ഒന്ന് സിന, മറ്റൊന്ന് ജിമാ എന്ന് പറയും. രണ്ട്, ഒന്ന് ഹലാൽ, ഒന്ന് ഹറാമ്. രണ്ടിടത്തും സുഖം തരുന്നതും ആഗ്രഹ പൂർത്തീകരണം നടത്തണം അത് തന്നെയാണ്. കള്ള് കുടിച്ചാലും ദാഹം തീരും, സർവത്ത് കുടിച്ചാലും ദാഹം തീരും. രണ്ടും ദാഹം തീർക്കണേ പടച്ചോനാണ്. അതുകൊണ്ട് കള്ളു കുടിക്കാൻ പറ്റുമോ? സിഹറിലൂടെ ഉപകാരം ഉണ്ടാക്കണമെന്ന് അത് തന്നെയാണ്, ഒരു സംശയമില്ല. അള്ളാഹുവിന്റെ സമ്മതമോ ഇംഗിതമോ തീർച്ചയോ ഇച്ഛയോ ഖലാഓ അറിവോ ഇല്ലാതെ ഒരു സംഗതിയും ചെയ്യാൻ, ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ ഓൽക്ക് കഴിയില്ല എന്ന് അള്ളാഹു പറഞ്ഞല്ലേ. ഒന്നും ഉണ്ടാക്കാൻ ഓൽക്ക് കഴിയില്ല. എല്ലാം അള്ളാഹ് അങ്ങോട്ട് തീരുമാനിക്കണം. ഏത് സാഹിറ് നമുക്ക് വേണ്ടി, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി എന്ത് കുപ്പി ഒഴിച്ചിട്ടാലും തകിട് എഴുതിയാലും അതായിക്കോട്ടെ എന്ന് അള്ളാഹ് തീരുമാനിക്കാഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, ഒരു വസ്തു ഉണ്ടാവില്ല. പിന്നെ എന്തൊക്കെ പേടി കുടുങ്ങിയാൽ വല്ലാതെ ഉണ്ടാവും. അത് മറ്റുള്ള കളിയാണ്. ഒന്നിലും ഒരു അമിതമായ പേടി കുടുങ്ങരുത്. അള്ളാഹ് അത് ഇതുണ്ടാവോ മറ്റേ ഉണ്ടാവോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പരിയിൽ ഇങ്ങനെ എന്തെങ്കിലും കളക്കുമ്പോൾ ചെറിയ കുപ്പിയൊക്കെ കിട്ടും. അത് കിട്ടിയാൽ തുടങ്ങിയ അതന്നെയാണ്, ഏതന്നെയാണ്. അത് പഴയ കാലത്ത് അടിക്ക് പോയ കുപ്പിയാണ് കുട്ടികൾ കളിച്ചിട്ട്. അതിന് പറമ്പ് ചിക്കുമ്പോൾ കുപ്പി കിട്ടൂല, അടി എന്നുള്ള സാധനങ്ങളൊക്കെ പൊന്തുണ്ടീനല്ലേ പറയാം. അത് കണ്ടാൽ തുടങ്ങി അയൽവാസിന്റെ മേലെ വെടിവെക്കലോ, അങ്ങോട്ട് പോകലോ ഇങ്ങോട്ട് പോകലോ. നല്ല ധൈര്യമാണ് നമുക്ക്. അതല്ല, ഈ അറബികൾക്ക് സംഗതി ഉണ്ടെന്നാലും വല്ലാതെ തേൽക്കൂലല്ലോ, കാരണം അവരെ തവക്കുലാണ്. എന്നോട് ഞാൻ ഗൾഫിലുള്ള മറ്റൊരു അറബി അറിഞ്ഞ്, ഞാൻ രാവിലെ എൻ്റെ കട തുറക്കാൻ പോയപ്പോൾ അവിടെ 2 കോഴിമുട്ട ഉണ്ട് വെച്ചിരിക്കുന്നു. അതിമ്മ വരയും കുറിയൊക്കെ ഉണ്ട്. ഞാനത് നല്ല വിശക്കുണ്ടായിരുന്നു, കൊണ്ടുപോയിട്ട് പൊരിച്ച് ആംപ്ലേറ്റ് ആക്കി നിന്നായിരുന്നു. ധൈര്യം എനിക്കിതുവരെ അതുകൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് നല്ല തവക്കുലും ഹിമ്മത്തുണ്ടെങ്കിൽ ഒരുമാതിരി ചെയ്ത്താമാരൊന്നും കയറൂല. ഹിമ്മത്ത് പോയി തവക്കുലും പോയാൽ ഇതൊക്കെ അടിച്ചങ്ങോട്ട് കയറും. അത് ശൈത്താന്റെ പണിയാണ്. നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഈ പല കച്ചവടക്കാരും, പ്രത്യേകിച്ച് ഗൾഫുകാര്, ഈ തലവേദന എമ്പേക്ക് സീറ ചെയ്താണ്. എന്നിട്ട് അതിന്റെ പുറകെ പോയിട്ട് പിന്നെ ഒരുപാട് ദിക്റും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ തലവേദന മാറി കിട്ടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നല്ല രൂപത്തിൽ ചികിത്സിക്കുന്ന ആളുകളെടുത്ത് പോവുക, അള്ളാഹിനോട് ദ്വാരക്കുക. ഖുർആനിൽ തന്നെ ഒരുപാട് ദ്വാകൾ, ചില പ്രധാനപ്പെട്ട ദിക്റുകളൊക്കെ മുമ്പ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കുക. ഒലോ ദായിമാക്കുക. ഒലോ തന്നെ ഇബ്ലീസിന് പേടിയുള്ള സംഗതിയാണ്. ഒലോടുത്ത് കിടക്കുക. യാത്രയിലൊക്കെ ഒലുണ്ട, യാത്രയിലൊക്കെ ഒലു കൊടുക്കുന്ന അല്ലേ, യാത്രയില് ഒലു ഉണ്ടാകണല്ലേ ഇബാദത്ത്. ഒലു ഇങ്ങനൊക്കെ ആകുമ്പോ പെട്ടെന്ന് കേറൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. وَلَبِئْسَ مَا شَرَوْا بِهِ أَنفُسَهُمْ لَوْ كَانُوا يَعْلَمُونَ. വലബീസ വളരെ മോശമായിരിക്കുന്നു. ഒന്ന് ശറഉ അവര് വിറ്റിരിക്കുന്നു, ബിഹി ഒന്നുകൊണ്ട്, അൻഫുസഹും അവരുടെ ശരീരങ്ങളെ. അത് വളരെ മോശമാണ്. ലൗ കാനൂ യഅലമൂൻ, അവർക്ക് വിവരമുണ്ടെങ്കിൽ ചെയ്യുന്ന പണി വളരെ കെട്ടുപോയ മോശമായ പണിയാണ്. കാരണം ശരീരം കൊടുത്ത് സ്വർഗം വാങ്ങേണ്ടതിന് പകരം സ്വർഗം കൊടുത്തുകൊണ്ട് സ്വർഗം വേണ്ടാന്ന് കരുതിയിട്ട് ശരീരം കൊടുക്കുകയാണ്. അത് വളരെ മോശമാണ് എന്നുള്ളത് പറയാണ്. ദുനിയാവ് അങ്ങനെയല്ല. എല്ലാ സ്ഥലത്തും അല്ലാഹു തആല ദുനിയാവ് എങ്ങനെയാണ് പറഞ്ഞിട്ട് അവസാനം പറയുന്നത്, അമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്അഉൽ ഗുറൂർ എന്നല്ലേ.
ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബും വലഹുവും വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദി കമസലി ഗൈസിൻ അജബൽ കുഫാർ നബാതു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ സുമ്മ യകൂനു ഹുത്വാമ വഫിൽ ആഖിറതി അദാബുൻ ശദീദും വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതഉൽ ഗുറൂർ. അങ്ങനെ ദുനിയാവിനെ ഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. എന്താണ് ആ സൗന്ദര്യം എന്നൊക്കെ അറിയങ്ങള്? ഇത് നമ്മളെ ആയത്തുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ദുനിയാവ് എന്നുള്ള കാര്യത്തിന് വേണ്ടി എടുത്തൊരായത്താണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ 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 അങ്ങോട്ട് പറഞ്ഞല്ലോ. എന്നിട്ട് ലാസ്റ്റ് ഒരൊറ്റ വെപ്പ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതഉൽ ഗുറൂർ. ഈ ദുനിയാവിൻ്റെത് വഞ്ചനയുടെ എച്ചിലുകളാ, വഞ്ചനയാ. അത് നല്ല ഉണ്ടാക്കാം, പക്ഷെ അതിന്റെ അപകടം തിരിച്ചറിയും വേണം. മഹാന്മാരിൽ പലരും പറയുന്നത് മൂസാ അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുണ്ടായിരുന്ന വടി പോലെയാണെന്നാണ്. ആ വടി താഴട്ടപ്പോ പാമ്പായി, കൈ പിടിച്ചപ്പോ ഇല കൊഴിച്ച് മരത്തിൽ നിന്ന് ഇല വീഴ്ത്താനും കൊഴിച്ചടിക്കാനും നമുക്ക് ഉപകാരമായി. എന്നപോലെ ദുനിയാവ് കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാവും. ഹജ്ജിന് പോവാ, ഉംറക്ക് പോവാ, വീടുണ്ടാക്കുക, ഉണ്ടാക്കി കൊടുക്കുക, പാവങ്ങളെ കെട്ടിക്കുക, സ്വന്തം മക്കളെ നോക്കുക, ധർമ്മം ചെയ്യുക, യത്തീംഖാനയ്ക്ക് കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക, ഉദ്ദേശിച്ച ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, പട്ടിണി പാവങ്ങൾക്ക് അവരുടെ വിശപ്പ് തീർക്കുക, അവരുടെ കണ്ണീരൊപ്പ, ഇതുകൊണ്ടൊക്കെ സ്വർഗം കിട്ടും. പക്ഷേ ഈ സാധനം പാമ്പും കൂടിയാണ്. അതാണ് രണ്ടും കൂടി തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിക്കാനെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ പോവാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഇത് അള്ളാഹുവിന്റെ പൊരുത്തമുള്ളതാണോ അല്ലേ എന്ന് ചിന്തിക്കുന്നവർ ഒരു വഞ്ചനയിലും പെടുകയില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഒരു വഞ്ചനയിൽ പെടില്ല. ഈ സാധനം തലേ കയറായിരുന്നാൽ മതി, പോക്കറ്റിലൊന്നോട്ട് തലേ കയറരുത്. തലേ കയറിയാൽ അപകടമാണ്, അപജയമാണ്, ഹലാക്കിന്റെ ആരംഭവുമാണ്. അത് നമ്മളെ ഞെക്കിപ്പിഴിയും. ലാസ്റ്റ് നമ്മുടെ ഈമാൻ തൂറ്റിപ്പോകും. അതുണ്ടാവുക, വേറൊന്നും ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് മഹാന്മാർ പറയുന്ന ഉദാഹരണം എങ്ങനെയാണ്? ഒരാളെ സിംഹം പിടികൂടാൻ വേണ്ടി ഇഹ്യാ ഉലൂമുദ്ദീൻ ഇമാം ഗസാലി തങ്ങൾ ചിത്രീകരിച്ച് കാണാം. ഒരാളെ സിംഹം പിടികൂടാൻ വേണ്ടി പിന്നാലെ ഓടി. അയാൾ ആ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നതിനിടയിൽ അഗാധ ഗർത്തത്തിൽ വീണുപോയി. വലിയൊരു കുഴിയിലാണ്ട് വീണു. അപ്പൊ അതിന് മുളച്ചു വന്ന് വലിയ മരമായി പടർന്ന് പന്തലിച്ച മരത്തിന്റെ കൊമ്പിൽ പോയിട്ടാണ് പുള്ളിക്കാരൻ വീണത്. അപ്പൊ ആ കൊമ്പിൽ പിടിച്ചാണ്ടിരുന്നു. വേഗം സമാധാനമായി. സിംഹത്തിന്റെ വായിൽ നിന്ന് അത് രക്ഷപ്പെട്ടല്ലോ. ആ സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിലിപ്പോ എക്കാലത്തും ഇപ്പൊ ഈ കൊമ്പിൽ നിൽക്കാൻ പറ്റൂലല്ലോ, വിശപ്പും താവൊക്കെ ഉണ്ടാവില്ല. എന്നൊക്കെ മേലെ കയറണം, അല്ലെങ്കിൽ അടിയിക്ക് ഇറങ്ങണം. അപ്പൊ അയാൾ അടിയിക്ക് നോക്കിയപ്പോ മേലേക്ക് നോക്കുമ്പോഴതിനേക്കാളും വലിയ പേടി. കാരണം വലിയൊരു മൂർക്കം പാമ്പ് വാ പിളർന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇയാള് വിഴുങ്ങാൻ വേണ്ടിയിട്ട്. മേലേക്ക് നോക്കിയപ്പോ സിംഹമാണ്. കുടുങ്ങിയല്ലോ. ഇനി എന്താ ചെയ്യാ? അയാള് എന്നാലും ഞാനിപ്പോ കൊമ്പുമലല്ലുള്ളത്, താഴത്തേക്ക് വീണിട്ടില്ല, മേലേക്ക് കയറിയിട്ടില്ല. അപ്പൊ പരമാവധി ഇവിടെ നിൽക്കാം, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുമെന്ന ശുഭാപ്തി പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആള് മരത്തിന്റെ അടിക്ക് ഒന്നും കൂടി നോക്കി. അപ്പൊ വെളുത്തതും കറുത്തതുമായ രണ്ട് ഭീകര എലികൾ മരത്തിന്റെ വേരുകളൊക്കെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോ എന്താ ഉണ്ടാകുക? അത് നിങ്ങൾ പറയണല്ലോ. അങ്ങനെ ആകുമ്പോ എന്താ ഉണ്ടാകുക? മരം വീണിട്ട് പാമ്പിന്റെ വയറ്റിലാവും. അപ്പൊ എങ്ങനാലും രക്ഷക്ക് ഒരു വഴിയില്ല എന്ന് ഉറപ്പായി. കാരണം ഇവിടെ ഇരിക്കാൻ കഴിയില്ല, വേര് മുഴുവനും അറ്റുപോയാൽ മരം കണ്ട് ചേരിയും പാമ്പിന്റെ തൊള്ളയിലാവും. രക്ഷപ്പെടാൻ വേണ്ടി മേൽ കയറി അവിടെ സിംഹമുണ്ട്. ഈ പേടിയിലെ ആളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മരത്തിന്റെ തലപ്പത്തേക്ക് നോക്കിയപ്പോ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ രണ്ട് പൂക്കൾ കണ്ടു. ഇയാള് പോയിട്ട് ആ പൂക്കൾ മെല്ലെ തൊട്ടപ്പോ മൃദുലമായ ഇതളുകൾ. ആ ഒരു ഇതള് പറിച്ചു നോക്കുമ്പോ അതിന്റെ അടിയിലുണ്ട് തേൻ ഊറി നിൽക്കണ്. അപ്പൊ ഇയാള് നാക്കുമ്മലാക്കിയപ്പോ നല്ല മധുരം. അയാള് രണ്ടാമത്തെ പൂവും പറിച്ചു, അതിലൂറിക്കണ ആ തേനും നാക്കുമ്മലാക്കി രുചിക്കാൻ തുടങ്ങി. ഈ തേനിന്റെ മാധുര്യത്തിൽ ഇയാള് പൂക്കളിൽ കൂടി മേലെ നിൽക്കണ സിംഹത്തെയും മറന്നു. താഴെ വാ പിളർത്തി തന്നെ കടിക്കാനും വിഴുങ്ങാനും കാത്തിരിക്കുന്ന മൂർഖൻ പാമ്പിനെയും മറന്നു. താൻ നിലകൊള്ളുന്ന ഈ വൃക്ഷത്തിന്റെ വേരുകൾ അറുത്ത് മുറിച്ചുകൊണ്ടിരിക്കുന്ന കറുത്തതും വെളുത്തതുമായ രണ്ട് എലികളെയും മറന്നു. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി. ഇതെങ്ങനെ നമ്മളിലേക്ക് ബന്ധപ്പെടുന്ന കാര്യങ്ങള്? നമ്മൾ എന്നത് ആയുസാകുന്ന വൃക്ഷത്തിൽ ഇരിക്കുകയാണ്. ഓരോ ആളുകൾക്ക് ഓരോ കൊമ്പുണ്ടാവും, അതിന്റെ നീളത്തിനേ അവൻ പോവുള്ളൂ. ആ കൊമ്പാകുന്ന വൃക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
നമ്മളെ പിടികൂടാൻ ഒരു ഭാഗത്ത് അസ്രായിൽ അലൈഹിസ്സലാം ആകുന്ന സിംഹമുണ്ട്. നമ്മൾ മരിച്ചാൽ നമ്മളെ വിഴുങ്ങാൻ മറ്റൊരു ഭാഗത്ത് പാമ്പിന്റെ വാ പോലെ അതിനേക്കാളും കഠിനമായ നരകമുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ എക്കാലത്തും വൃക്ഷമാകുന്ന ആയുസ്സിൽ ഇരിക്കാൻ പറ്റോ? ഇല്ല. അതിന്റെ താഴെ കറുത്തതും വെളുത്തതുമായ രണ്ട് എലികൾ എന്ന് പറഞ്ഞാൽ കറുത്ത എലി എന്ന് പറഞ്ഞാൽ രാത്രി, വെളുത്ത എലി എന്ന് പറഞ്ഞാൽ പകല്. ഇതിങ്ങനെ കാർന്ന് ആയുസിന്റെ വേര് അറുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നാൾ മരം വീഴും, ഒരു നാൾ നമ്മൾ അപകടത്തിൽപ്പെടും. പക്ഷെ അതിനിടയിലാണ് ദുനിയാവിന്റെ പൂക്കൾ നമ്മെ മാടി വിളിച്ചത്. പെണ്ണ് എന്ന പൂവ്, പൊന്ന് എന്ന പൂവ്, പണം എന്ന പൂവ്. ആ പെണ്ണ് ഭാര്യയാണെങ്കിലൊക്കെ, ആ പണം നമ്മുടേതാണെങ്കിലൊക്കെ, ആ പൊന്ന് നാം ഹലാലായി സമ്പാദിച്ചതാണെങ്കിലൊക്കെ, അല്ലെങ്കിൽ ഈ പെണ്ണിന്റെയും പണത്തിന്റെയും പൊന്നിന്റെയും മാധുര്യത്തിൽ ലയിച്ച് ആറാടി താഴെയുള്ള മൂർഖനെയും മേലെയുള്ള സിംഹത്തെയും മറന്നതുപോലെ അസ്രായിലിനെയും നരകത്തെയും മറന്നുകൊണ്ടുള്ള പാച്ചിലും പോക്കും പെടാപാടുമാണ് ഇക്കാലത്തുള്ളത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതിന് കൃത്യമായൊരു ഉദാഹരണം ഗസാലി ഇമാം പറഞ്ഞതാണ്. അതിനെക്കുറിച്ച്, ആ വഞ്ചനയിൽപ്പെട്ട ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. ഇക്കോലത്തിൽ പടച്ചോനെ, പരലോകത്തെ, നരകത്തെ, വിചാരണയെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പണം എന്ന മുദ്രാവാക്യവുമായി അവിടെ ഹലാലും ഹറാമും നോക്കാതെ പോകുന്ന ആളുകൾ, അവർ സ്വർഗം വിറ്റുകൊണ്ട്, ശരീരത്തെയും ആഖിറം വിറ്റുകൊണ്ട്, ദുനിയാവിനെയും അള്ളാഹുവിന്റെ സവാബ് വിറ്റുകൊണ്ട്, പിശാചിനെ പൂജിച്ചുകൊണ്ടുള്ള ദുനിയാവിന്റെ ആർത്തികളെയും സമ്പാദിക്കുന്ന വളരെ മോശപ്പെട്ട കച്ചവടക്കാരാണ്. അവന്റെ സ്വർഗമാണ് അവൻ വിറ്റത്, പകരം ദുനിയാവാണ് അവൻ നേടിയത്. അത് വളരെ മോശമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതെല്ലാം മലയാളിമാരുണ്ട്, ഈ സാസലുണ്ട്. അള്ളാഹു താല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ പൈസ, അതില് പൈസക്കാരും കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് ആ വിഷയത്തിന് ക്ലിയർ ആക്കി തരികയാണ്. പൈസ എത്ര ഉണ്ടാക്കാം, അത് അള്ളാന്റെ ഒരു നിയമത്താണ്. പക്ഷെ ഹലാലാണ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ തന്നെ അതിന്റെ പേടിയിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോ ഹലാലാവോ എന്നൊക്കെ എന്നോട് ചോദിച്ച് മനസ്സിലാക്കുന്ന കച്ചവടക്കാരുണ്ട്. അങ്ങനെ പൈസ ഉണ്ടാക്കിയവർ അതിന്റെ വഞ്ചനയിൽ പെടൂല. ഹലാലും ഹറാമും നോക്കാതെ അള്ളാന്റെ ദീന് മറന്ന് എന്തായാലും വേണ്ടിയില്ല, പൈസ മതി, നിസ്കാരം പോയാലും വേണ്ടിയില്ല, പള്ളി പോയാലും വേണ്ടിയില്ല, ഖുർആൻ പോയാലും വേണ്ടിയില്ല, ഫർള് മിസ്സാലും വേണ്ടിയില്ല, ഹറാമ നേടിയാലും വേണ്ടിയില്ല, പൈസ മതി എന്നെങ്കിൽ അവൻ ഈമാനോടെ മരിക്കൂല. അവരെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. അള്ളാഹു ഹലാലായ സമ്പൽ സമൃദ്ധി നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ദ്വാരനോളി. കാരണം ഇന്നത്തെ കാലത്ത് കയ്യിൽ ചില്ലാനം വന്നിട്ടില്ലെങ്കിൽ മോളെ കെട്ടിക്കാനും മുണ്ടി വിരിക്കേണ്ടി വരും. അതാണ് അല്ലെ? അങ്ങനല്ലേ? നമുക്കൊരു വീടുണ്ടാക്കാൻ കയ്യിൽ പൈസ ഇല്ല, അവളും കറക്കം മുണ്ടി ഇരിക്കണ്ടേ? അത് നല്ല പരിപാടിയാണോ? അല്ല. അപ്പൊ ഹലാലായ സമ്പൽ സമൃദ്ധി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഹറാമില്ലെന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഈ നാളത്തെ പൊരുത്തത്തിന് കാരണമായി സ്വീകരിക്കട്ടെ. എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളുടെ ഇടയിൽ ഇരിക്കുക എന്നുള്ള, ഞാൻ ദ്വാരക്കോല അങ്ങനെ തന്നെയാണ്. ഞാൻ 17 കൊല്ലം ജോലി ചെയ്തിരുന്നത് പൊന്നാനി കറുകത്തിരുത്തി. അവിടുത്തെ കുട്ടികളും ഇവിടെ ഇരിക്കേണ്ടത്, അതൊക്കെ അവിടുത്തെ കുട്ടികളാണ്. ഇടയ്ക്കിടയ്ക്ക് അവരും വരവുണ്ട്. അപ്പൊ സദസ്സ് വലിയൊരു പ്രതീക്ഷയാണ് നമുക്ക്. ഇതിനൊക്കെ അള്ളാഹു ഇജാബത്ത് ഇങ്ങനെ വരുമ്പോ നമ്മൾ മർമ്മപ്രധാനമായിട്ട് ദ്വാരക്കണം. എന്തിനാ? അള്ളാഹു സ്വർഗം തരുന്നേന്നല്ലേ. അപ്പൊ അതും അള്ളാഹ് തരൂലേ? നമ്മുടെ പ്രതീക്ഷയല്ലേ അള്ളാഹുത്തല നമ്മളെല്ലാരെയും സ്വർഗത്തിലാക്കി തരട്ടെ. നരകത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്നും ജീവിത ശൈലികളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ മുത്തഅല്ലിമീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, ഹാഫിളീങ്ങളുണ്ട്. എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണേ അള്ളാഹ്. പണക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്. അള്ളാഹുവെ, അവരുടെ സമ്പത്തിലും അധ്വാനത്തിലും തൊഴിലിലും കച്ചവടത്തിലൊക്കെ ഖൈറും ബർക്കത്തും നൽകണേ അള്ളാഹ്. തൊഴിലാളികളുണ്ട്, ഇനി ഖൈറും ബർക്കത്തും നൽകണേ അള്ളാഹ്. അള്ളാഹുവെ, വലിയ വലിയ അധ്യാപകന്മാർ, ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാർ, പ്രവാസികൾ, യാത്രക്കാർ, പട്ടിണിപ്പാവങ്ങൾ എല്ലാം കൂടിയ സദസ്സാണ്. അള്ളാഹുവെ, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ശർറായ അലച്ചകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കടത്തിൽ കൊടുക്കി മരിപ്പിക്കല്ല അല്ലാ, മാരകരോഗത്തിൽ തളർത്തല്ല അല്ലാ, മരണങ്ങളെ കൊണ്ട് തകർക്കല്ല അല്ലാ, മാറാവ്യാധികളെ കൊണ്ട് കിടത്തല്ല അല്ലാ, നാണക്കേടിലാക്കല്ല അല്ലാ, മാനക്കേടിലാക്കല്ല അല്ലാ, ആത്മഹത്യ ചെയ്തു പോകുന്ന അവസ്ഥയിൽ പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ലാസ്റ്റ് ശ്വാസ സമയത്ത് കൃത്യമായി
മറ്റുള്ളവർക്ക് മാതൃകയാക്കി കലിമ പ്രോജ്വലമായി അള്ളാഹുവെ പതറാതെ പറഞ്ഞ് സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാനുള്ള അവസരം നൽകണേ അല്ലാ. ഇതൊക്കെ അതിന് കാരണമാക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.